ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ആ ഉലുവ നമുക്ക് ആദ്യമേ കഞ്ഞിവെള്ളം ഒഴിച്ച് വെള്ളത്തിലിടാം. ഒരു പ്രാവശ്യം തല തേക്കാനുള്ള മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ കൊണ്ടാണ് ഈ ചെറിയ പാത്രത്തിൽ ഒരു സ്പൂൺ ഉലുവ എടുത്തേക്കണം. കഞ്ഞിവെള്ളം കുതിർക്കണം ഇല്ല, എന്നാലും കുതിരുവാണെങ്കിൽ അത് വേകാൻ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങാൻ എളുപ്പമുണ്ട്. അതിനാണ് ഞാൻ കുതിരാനായിട്ട് വെള്ളത്തിൽ ഇടണം. ഒരു മണിക്കൂർ ഇട്ടാൽ മതി. ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഉലുവ ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ തലയിൽ പെട്ടാൻ ആവശ്യത്തിന് മതി കേട്ടോ. ഇത് കുതിർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നല്ല പോലെ വെന്ത് അതിൻ്റെ സത്തിറങ്ങും. തിളയ്ക്കണം, നല്ല പോലെ തിളച്ചിട്ട് വേണം ഇനി അടുത്ത ഒരു സാധനം കൂടെ അതിനകത്തേക്ക് ചേർക്കാം. ഒരു സ്പൂൺ ചായപ്പൊടി ചേർത്താൽ മതി കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. നമ്മുടെ മുടിക്ക് നല്ല കട്ടി, നല്ല ഗ്രോത്തും, എന്നും തലമുടി വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ മുടി ഇത് കൊണ്ടുള്ള പ്രയോജനത. തിളക്കട്ടെ. ഇതിൻ്റെ കൂടെ നമുക്ക് തലമുടിക്ക് തലനീരിളക്കം ഉണ്ടാകാതിരിക്കാനുള്ള സാധനം കൂടെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കണം. ചേർത്തില്ല എന്ന് ഓർത്തേണ്ട ഒരു കുഴപ്പമില്ല. ചേർക്കണത് എല്ലാവർക്കും തലയ്ക്ക് നീർക്കെട്ടുണ്ടാവും ഒരു പരിധി കഴിഞ്ഞാൽ. എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ. അതിന് വേണ്ടി ചേർക്കും. അതിന് ചേർക്കണതാണ് കരിഞ്ജീരകം. ഒരു സ്പൂൺ കരിഞ്ജീരകം ചേർത്താൽ മതി. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് നല്ല പോലെ തിളച്ചിട്ട് അതിൻ്റെ സത്തങ്ങ് ഇറങ്ങണം. തിളച്ച് കുറുകൊന്നും വേണ്ട, നല്ല പോലെ തിളച്ചാൽ മതി. തിളച്ച് അതിൻ്റെ കളറൊക്കെ ഇറങ്ങി ആ ഉലുവ വെന്താൽ മതി. വെന്ത അതിൻ്റെ നീരൊക്കെ ഇപ്പം വെള്ളത്തിൽ ഇട്ട് കുതിർന്നപ്പം ആ നീര് ഇതിനകത്തേക്ക് ഇറങ്ങിയതാണല്ലോ, അതുകൊണ്ട് വേഗത്തിൽ തന്നെ വെന്തോളും. ഇനി ശകലം തീ കുറച്ച് വയ്ക്കുക. മുരിങ്ങയിലയും കൂടെ ഊരി അതിനകത്തേക്ക് ഇട്ടേക്കുക. കുറച്ച് ഇനി ഒന്ന് അതിനകത്തിരുന്ന് ഒന്ന് നല്ല പോലെ വെന്ത് വരട്ടെ. ഇന്ന് നമുക്ക് ഇത് തേക്കാനുള്ള തല കിട്ടിയിട്ടുണ്ട്. അനീത്തിയുണ്ട്, അനീത്തിയുടെ തലയിൽ നമുക്ക് തേക്കാമെന്ന്. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി തീ കിടത്തി വയ്ക്കുക. ചൂടാറിയിട്ട് വേണം ഇത് അരിച്ചെടുക്കണം. അത് നമ്മുടെ ഉലുവയൊക്കെ ഇത് വെന്തിട്ടുണ്ട്. ഉലുവ വെന്തിട്ടുണ്ട്. കുതിർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ കുതിർക്കണ വെള്ളം പള്ളേ കളയരുത്. കുതിർക്കണ വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് വേണം വേവിക്കുക. അന്നേരം ഉലുവ വേഗവും ചെയ്യും അതിൻ്റെ സത്ത്. എന്നിട്ട് വേണമെങ്കിൽ ഈ സാധനം ഇല്ലേ, ഇത് നമുക്ക് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. ഈ സാധനങ്ങളെല്ലാം കൂടെ അരച്ച് പാക്ക് പോലെ തലയിൽ തേക്കുകയും ചെയ്യാം. വേണമെങ്കിൽ തേച്ചാൽ മതി. നമുക്കിപ്പം ഇതിൻ്റെ വെള്ളം മതി. നമുക്ക് തീ കടത്തി വയ്ക്കാം. ചൂടാറണം. ആറിയിട്ട് വേണം നമുക്ക് അരിച്ചെടുക്കാം. ഇതൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കണം. കുറച്ച് വെള്ളം മതി നമ്മുടെ തലയിൽ തേക്കാനായിട്ട്. മുടിയിൽ തേക്കണമെന്നില്ല, തലയിൽ മാത്രം തേച്ചാൽ മതി. കുറച്ച് വെള്ളം മതി. ഞെക്കിപ്പിച്ചെടുക്കുക.
ഇത് എന്നിട്ട് അരച്ച് നമുക്ക് തലയിൽ പാക്കായിട്ട് തേക്കുകയും ചെയ്യാം. ഇത് തല തേക്കണം കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഒരു മരുന്ന് തേക്കാനുള്ള ഒരു തല കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു കറുത്ത തലയാണ്. മുടി നല്ല, ഞാൻ ഉണ്ടാക്കിയ സാധനം ഉണ്ടല്ലോ, നല്ല ഈ കഞ്ഞിവെള്ളത്തിലുണ്ടാക്കിയുള്ള ഗുണം എന്നാന്ന് പറയുന്നത്, നല്ല സ്ട്രോങ് ആവും. തലയിൽ മാത്രം തേച്ചാൽ മതി, മുടിയിലേക്ക് തേക്കണമെന്നില്ല. മുടി നല്ല, നീ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തേച്ചോ കേട്ടോ, ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ. മുടി നീണ്ടു കഴിയുമ്പോൾ എനിക്ക് ഫോണിൽ ഫോട്ടോ എടുത്ത് തന്നെ കേട്ടോ. എനിക്ക് ഇടാനാണ്, വീഡിയോ കാണിച്ചു കൊടുക്കാമല്ലോ. ഒന്ന് കാണിച്ചു തന്നേന്ന് എല്ലാവരും പറയും, കാണിച്ചു കൊടുക്കാനാണ്. ഇങ്ങനെ ചെറുപ്പത്തിലേ തൊട്ട് പിള്ളേരൊക്കെ തേക്കുവാണെങ്കിൽ മുടി നല്ല കറുത്തും വരും, അകാലനരയും ഉണ്ടാവുകയില്ല, മുടി നല്ല തഴച്ച് വളരും. ഉലുവയും തലനീരിളക്കം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് കരിഞ്ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളമാണ് മെയിൻ സാധനം. കഞ്ഞിവെള്ളത്തിലാണ് ഉലുവയും കരിഞ്ജീരകവും ചായപ്പൊടിയും കൂടെ തിളപ്പിച്ച് തലയിൽ തേക്കുക. തലമുടിയിലേക്ക് തേക്കണ്ട, തലയിലേക്ക് മാത്രം തേച്ചിട്ട് കുളിക്കണതിന് 1/2 മണിക്കൂർ മുമ്പ് തേച്ചിട്ട് കുളിക്കുമ്പോൾ നല്ല പോലെ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. വേറെ ഷാമ്പൂ ഒന്നും തേക്കണ്ട. ചായവെള്ളമൊക്കെ ഒഴിച്ചേക്കണതുകൊണ്ട് കഞ്ഞിവെള്ളവും നല്ല ഷാമ്പൂവിൻ്റെ ഫലം ചെയ്യും. മുടി നല്ല സിൽക്കി ആയിട്ടും വരും. അപ്പടിയും തേക്കട്ടെ കേട്ടോ.